താജുദ്ദീൻ വടകര, വലിയൊരു കൈയടി കൊടുക്കുക. ഓക്കെ, മാപ്പിള പാട്ടിന്റെ ഉസ്താദ്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. പക്ഷേ പ്രേക്ഷകരുടെ കൂട്ടത്തിൽ ഞാനും 24ന്റെ വലിയൊരു ആരാധകനാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ വേറെ ഒന്നും പറയുന്നില്ല. ഈ ചാനൽ ഇത്രയും ബ്രൈറ്റ് ആകാൻ കാരണം സാറിൻ്റെ അകമഴിഞ്ഞ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ കൂടെ ഞാൻ പാടിയ, നിങ്ങൾ ഹിറ്റാക്കി തന്ന നിങ്ങളുടെ പാട്ട് കൂടെ പാടുമോ? പാടുവോ? നെഞ്ചിനുള്ളിൽ കണ്ണിൻ മുന്നിൽ കണ്ണടച്ച നീയാണ് ഫാത്തിമ. ഒന്ന് കൈമുട്ടി കൂടെ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. ഫാത്തിമ മലപ്പുറത്തിൽ ആർക്കെങ്കിലും ശ്രീകണ്ഠ സാറ് അനുവദിക്കുകയാണെങ്കിൽ പാട്ട് പാടുന്നവർക്ക് കൂടെ വന്ന് പാടാം. ഇത് നിങ്ങളെ ഷോയാണ്. സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുൻപേ നീ എന്നെ തനിച്ചാക്കി അകന്നിടുമോ. സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുൻപേ നീ എന്നെ തനിച്ചാക്കി അകന്നിടുമോ. ഒന്നുമൊന്നും ഒന്നാണ്, നമ്മളെന്നും ഒന്നാണ്, എൻ്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമ. ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ ആണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. ഫാത്തിമ ഇന്ന് നന്നായി കൈയിട്ടിട്. സാറ് പാടുമോ? ഏഴാം കടലിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമീനെ. ഏഴാം കടലിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമീനെ. ഒന്നുമൊന്നും മിണ്ടാതെ എൻ്റെ നൊമ്പരം കാണാതെ എൻ്റെ കൽവിനൊളിവേ ഫാത്തിമ. ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണ് മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ. ഫാത്തിമ ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം.
ഒരു വാർത്താ അവതാരകൻ ഏറ്റവും വലിയ സ്നേഹം എന്താണ് അവൻ പറയുന്ന വാർത്ത അത് അടികിട്ടാതിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല എസ് കെ നമ്മുടെ വാർത്ത കേൾക്കുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ആ ഇഷ്ടം പരമാവധി അങ്ങനെ അതാണ് ഏറ്റവും വലിയ അവാർഡ്. ഇതാ ഇവിടെ പേരെന്തുവായിരുന്നു? ഹേമ. വാർത്ത നല്ലതാണ്, എന്നും കാണും. നമ്മളെ ഇഷ്ടമാണോ? ഇഷ്ടമാണ് ശ്രീകണ്ഠൻ സാർ. സത്യം പറയേ അധികം സത്യം പറയാം പറയണത് ഇത് കേട്ടും കൊണ്ടാണ് അടുക്കളയത്തെ പണിയൊക്കെ ചെയ്യുക രാവിലെ. ഇത് വാർത്തകൾ കേൾക്കും ഞങ്ങള് പണി. നമുക്കൊരു ടെസ്റ്റ് അടിക്കാം. ഇത് മലപ്പുറം ആണല്ലോ, തിരൂരാണല്ലോ. അതായത് ഇതിൽ എത്ര ആളുകൾ രാവിലെ പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് ഈ വാർത്ത കേട്ടുകൊണ്ട് മോർണിംഗ് ഷോ ഒക്കെ കണ്ടുകൊണ്ട് അടുക്കള പണി ചെയ്യുന്നുണ്ട്? കൈയൊന്ന് പൊക്കിയാ കൊള്ളാം. ഇത്രയുള്ളോ? എല്ലാരും കൈയൊന്ന് പൊക്കിയാ കൊള്ളാം, കൈയൊന്ന് പൊക്കിയാ കൊള്ളാം. ആ കൈ താഴ്ത്തിയിട്ടുള്ളൂ, ഇനി താഴ്ത്തിയിട്ടുള്ളൂ. ആ ഓക്കെ. നിങ്ങളുടെ ഇൻട്രോ നിങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ ശ്വാസം അടക്കി പിടിച്ചാണ് ഞങ്ങൾ കേൾക്കാറ്. ഞങ്ങൾ കാണാറുണ്ട്. ദിവസം രാവിലെ 7 മണിക്ക് തുടങ്ങി 10 മണി വരെ ഞാൻ വീട്ടിലത്തെ എല്ലാ പണി മാറ്റി വെച്ചിട്ടാണ് ഇത് കാണുന്നത്. പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് സാറിൻ്റെ പരിപാടി കാണും. അതുകൊണ്ട് 5:30 മുതൽ 10 മണി വരെ രാത്രി ഇരുന്ന് കാണും. സാറൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. ഇത് പേരെന്തുവാ? രത്നകുമാരി. വീട്ടിൽ TV ഒന്നുമില്ല, അപ്പൊ അതുകൊണ്ട് അത് കാണാറില്ല, ഫോണിൽ കാണും. എന്താ പേരെന്തുവാ? മുഹമ്മദ് അലി. ആരാ ഇഷ്ടപ്പെട്ട വാർത്താവതാരം 24? സത്യം പറഞ്ഞു. നിങ്ങൾ തന്നെ, നിങ്ങളെ കാണാൻ സത്യം സത്യമായിട്ട് കാണാൻ വന്ന ഏത് നേരം നിങ്ങളെ ന്യൂസ്. ചേച്ചി പേരെന്നാ? എൻ്റെ പേര് ശ്യാമള. സാറിൻ്റെ വാർത്ത വായനയുടെ ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ, അത് നമുക്ക് കൂടുതൽ പ്രഷർ കൂട്ടുന്ന പോലെ അതേ തീവ്രതയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, SK സാറിന് നമ്മൾ പിന്നെ നാടകവാരങ്ങളിലൊക്കെ ശബ്ദത്തിൽ കൂടെ മാത്രം കേട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആകാശവാണിയിൽ സാറിനെ. പിന്നെ നേരിട്ട് നമ്മളിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തൊട്ടടുത്ത് ഷെയ്ക്കൻഡ് കൊടുത്തു, അതിൽ വലിയൊരു സന്തോഷമായിട്ട് കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ചാനലാണ് ഈ 24. ഞാൻ വാർത്ത കാണൽ ഏറ്റവും കൂടുതൽ ഈ 24-ലെ വാർത്തയും കാണുള്ളൂ. പിന്നെ എന്താണ് ഈ ശ്രീകണ്ഠൻ നായരെ കാണാൻ പറ്റിയ, നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയ, നേരിട്ട് കാണാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം. കഴിഞ്ഞ സമ്മേളനത്തിന് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇതിന് ഞാൻ പേര് രജിസ്റ്റർ ചെയ്ത് വന്നതാണ്. അപ്പൊ ഇതൊന്നും വെറുതെ പറയുന്നതല്ല, ഇത് വെറുതെ ഒരു ഭംഗിവാക്ക് പറയുന്നതല്ല, ഇതൊരു ആത്മാർത്ഥമായി സത്യമായിട്ട് പറയുന്നല്ലേ. ഫ്ലവേഴ്സിൽ പങ്കെടുത്ത ആളാണ്. പിന്നെ 2018 കാഴ്ച ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ശ്രീകണ്ഠൻ നായർ സാറുടെ കൈ പിടിക്കാൻ ഒരു ആഗ്രഹമുണ്ട്, അത് സാധിപ്പിച്ചാൽ വളരെ നന്ദി. ഈ എൻകൗണ്ടറിൽ ആസ്മി സാറ് എന്തൊക്കെയാണ് ഈ എഴുതി കുട്ടി, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് സാധിക്കണമെന്ന് ആലോചിച്ചു പോകുന്നത്. നിങ്ങൾ പല ആളുകൾക്കും വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അനാഥ പെൺകുട്ടികളെ കണ്ടുപിടിച്ച് കെട്ടിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, ശ്രീകണ്ഠൻ നായർ സാറുടെ കൈയൊന്ന് പിടിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു കവിത ചൊല്ലാൻ ഇവിടെ ഒരു അവസരവും തരണം, തീർച്ചയായിട്ടും തരണമെന്ന് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഈ ചേട്ടന് ശ്രീകണ്ഠൻ സാറിന്റെ കൈ ഒന്ന് പിടിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഒരു പടിയുണ്ട്. പടി. ഈ കൈ ആരുടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? സാറുടെ കൈയാണ്. ഞാൻ ഗുഡ് മോർണിംഗ് ശ്രീകണ്ഠൻ നായർ എന്നും കേൾക്കുന്ന ആളാണ്, കാണൂല. നിങ്ങൾ ഇപ്പോഴാണ് ഇനി ശ്രീകണ്ഠൻ നായർ സാറെ തൊട്ട് എന്നൊരു അവകാശം എനിക്കുണ്ട്. 24-ൽ ഒരു അവകാശം എനിക്കുണ്ട്, ഫ്ലവേഴ്സ് കുടുംബത്തിലൊരു അവകാശം എനിക്കുണ്ട്. ഞാൻ 2018 ഫ്ലവേഴ്സിൽ പങ്കെടുത്ത ആളാണ്. ഒരു കവിത ചൊല്ലാനും ഒരു അവസരം ഈ വേദി ഉണ്ടാക്കും. ഇനിയൊന്നും നോക്കാനില്ല. തുഞ്ചന്റെ തഞ്ചത്തിൽ പാറിപ്പറക്കുന്ന പഞ്ചവർണ്ണ കിളിത്തത്തെ, തുഞ്ചന്റെ തഞ്ചത്തിൽ പാറിപ്പറക്കുന്ന പഞ്ചവർണ്ണ കിളിത്തത്തെ, കൊഞ്ചിപ്പറയൂ നീ അച്ഛൻ്റെ വാക്കുകൾ താളത്തിൽ എന്നോടൽപ്പം, കൊഞ്ചിപ്പറയൂ നീ അച്ഛൻ്റെ വാക്കുകൾ താളത്തിൽ എന്നോടൽപ്പം. അച്ഛൻ്റെ പേരെന്ത് നാളെന്ത് തത്തേ ആ കാഞ്ഞിരക്കൊമ്പിലിരുന്ന് ചൊല്ലു, അച്ഛൻ്റെ പേരെന്ത് നാളെന്ത് തത്തേ ആ കാഞ്ഞിരക്കൊമ്പിലിരുന്ന് ചൊല്ലു. പാറിപ്പറക്കാതെ കൊത്തിപ്പെറുക്കാതെ തുഞ്ചൻ ചരിതം പറയുമോ നീ, പാറിപ്പറക്കാതെ കൊത്തിപ്പെറുക്കാതെ തുഞ്ചൻ ചരിതം പറയുമോ നീ. നന്ദി, നമസ്കാരം. അടിപൊളി. വലിയൊരു
കൈയടി കൊടുക്കാം. ന്യൂസ് എന്ന് കേട്ടാൽ ഫസ്റ്റ് 24 എന്നാണ് എല്ലാവരുടെ ഉള്ളിലും വേഗം ഓടിയെത്തുന്നത്. ഇവരൊക്കെ കാണാറുണ്ടോ? നിങ്ങളെ വാർത്ത ഒക്കെ കാണാറുണ്ട്. അടിപൊളി വാർത്താണ്. നമ്മുടെ വന്ന അവതാരകരിൽ ആർക്കെങ്കിലും അടി കൊടുക്കേണ്ട കേസുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് നിങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ടി കെ റീജിത്തിനെ ഒന്ന് സ്റ്റേജിലേക്ക് അയറ്റണം. എൻ്റെ പേര് അബ്ദുൾ മജീദ്. ഞാൻ ശ്രീകണ്ഠൻ സാറിന്റെ കൂടെ ഭക്ഷണം കഴിച്ച ആളാണ്. സാർ അത് ഓർക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് 5 സ്റ്റാർ ഹോട്ടലാണ്, ഒരുപാട് വിഭവങ്ങളുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചത് ഒറ്റ പോയിന്റാണ്, ശ്രീകണ്ഠൻ നായർ എന്ത് ഭക്ഷണം കഴിക്കാന്ന്. അപ്പോൾ സാറ് കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ സാദാ ചോറും പിന്നെ നമ്മൾ തൈരും മാത്രം. അപ്പോൾ അതിൻ്റെ രഹസ്യമായിരിക്കും ഈ ഗ്ലാമറിൻ്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലാണത്. അതെ അതെ, അത് സാറ് തന്നെ ഉത്തരം പറയേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് പുള്ളി കാണാതിരുന്ന സാധനം ഉണ്ടായിരുന്നു, ചെമ്പാവരി ചോറും കാച്ചിയ മോര്. അങ്ങനെ